ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ RBL ബാങ്കിൻ്റെ സാലറി പേ എന്ന് പറഞ്ഞൊരു UPI ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചാണ്. ഇതിപ്പോൾ കുറേ പേര് നമുക്കിത് കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ഇത് എങ്ങനെയുണ്ട്, നല്ല കാർഡാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം RBL ബാങ്കുകാരുടെ കുറേ ക്രെഡിറ്റ് കാർഡുകളുണ്ട്. അപ്പോൾ മോസ്റ്റ്ലി എല്ലാ ക്രെഡിറ്റ് കാർഡുകളും ഒരു ആവറേജ് ലെവൽ വരുന്ന ഒരു ക്രെഡിറ്റ് കാർഡുകളാണ്. ഇപ്പോൾ നമ്മുടെ RBLൻ്റെ ബജാജ് സൂപ്പർ ക്രെഡിറ്റ് കാർഡ് ആയിക്കോട്ടെ, DBS ക്രെഡിറ്റ് കാർഡ് ആയിക്കോട്ടെ, എല്ലാം ഒരു ബിലോ ആവറേജ് അല്ലെങ്കിൽ ഒരു ആവറേജ് ലെവൽ നമുക്ക് റിവാർഡ് തരുന്ന ഒരു ക്രെഡിറ്റ് കാർഡുകളാണ്. അപ്പോൾ ഇവരുടെ ഈ സാധനം എന്ന് പറയുന്നത് ഒരു ഫുള്ളി വെർച്വലായിട്ട് 100% വെർച്വൽ ക്രെഡിറ്റ് കാർഡാണ്. അത്യാവശ്യം നല്ല റിവാർഡ് സിസ്റ്റം തരുന്ന ഒരു ക്രെഡിറ്റ് കാർഡ് എന്ന് വേണമെങ്കിൽ പറയട്ടെ. അതൊരു UPI ക്രെഡിറ്റ് കാർഡാണ് RBL ബാങ്കിൻ്റെ. നിങ്ങൾക്കറിയാം ഇപ്പോൾ എല്ലാ ബാങ്കുകളും UPI ക്രെഡിറ്റ് കാർഡ് ഇറക്കുന്നുണ്ട്. ഫിസിക്കൽ ക്രെഡിറ്റ് കാർഡ് ഉള്ള ഒരു UPI ക്രെഡിറ്റ് കാർഡ് ഇറക്കുന്നുണ്ട്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മുടെ CSB എഡ്ജ്, ഞാൻ അതിൻ്റെ കൺബോക്സിംഗ് വീഡിയോ കിട്ടുള്ളതാണ്, നിങ്ങൾ പോയി കണ്ടുനോക്കുക കാണാത്തൊരു. അതിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കേട്ടോ UPI ക്രെഡിറ്റ് കാർഡുകളുടെ. പിന്നെ ഇതിന് നമുക്ക് അത്യാവശ്യം നല്ല റിവാർഡ് പോയിന്റ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇതിന് പക്ഷേ നമുക്ക് ഫ്രീ കാർഡ് അല്ല, ജോയിൻ ഫീസും ആനുവൽ ഫീസും വരുന്നുണ്ട്. 499 പ്ലസ് GST നമുക്ക് ആനുവൽ ഫീസും ജോയിൻ ഫീസും വരുന്നുണ്ട്. പിന്നെ ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോപ്പിംഗ് ക്രെഡിറ്റ് കാർഡ് കാറ്റഗറിയിൽ പെടുത്താവുന്ന ഒരു കാർഡ് എന്ന് വേണമെങ്കിൽ അതിനെ പറയാം കേട്ടോ. റിവാർഡ് പോയിന്റ് ആണ് നമുക്ക് റിവാർഡ് ടൈപ്പ് വരുന്നത്. നമുക്ക് വെൽക്കം ബെനിഫിറ്റ് ആയിട്ട് 2500 റിവാർഡ് പോയിന്റ് നമുക്ക് ഈ സാധനത്തിൽ കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ മൂവിങ് ആയിട്ട് ഡൈനിങ് ബെനിഫിറ്റും കാര്യങ്ങളൊന്നും ഇല്ല. റിവാർഡ് റേറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഒരു റിവാർഡ് പോയിന്റ് ഫോർ എവറി 100 റുപ്പീസ് സ്പെൻഡ് നമുക്ക് ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും നമുക്ക് കിട്ടും കേട്ടോ. അതൊരു നല്ല കാര്യം തന്നെയാണ്. പിന്നെ 5x റിവാർഡ് പോയിന്റ് ഫോർ എവറി 100 റുപ്പീസ് സ്പെൻഡ് ഓൺ UPI ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് 5x RP അതായത് റിവാർഡ് പോയിന്റ് കിട്ടും. അതൊരു ബെറ്റർ സംഭവമാണ്. അതുപോലെ തന്നെ 10x റിവാർഡ് പോയിന്റ് എവറി 100 റുപ്പീസ് സ്പെൻഡ് ഓൺ UPI ഫോർ ട്രാൻസാക്ഷൻ മോർ ദാൻ 20,000, അതായത് 20,000 രൂപയുടെ മുകളിൽ നമ്മൾ UPI ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ അതിന് 10x റിവാർഡ് പോയിന്റ് നമുക്ക് കിട്ടും കേട്ടോ. അതും ഒരു നല്ല പരിപാടി തന്നെയാണ്. ഒരു റിവാർഡ് പോയിന്റ് എന്ന് പറയുന്നത് 0.10 പൈസയാണ്. അപ്പോൾ 10 പൈസ ഒരു കുറഞ്ഞു പോയി. 20 പൈസയെങ്കിലും 25 പൈസയെങ്കിലും ആക്കായിരുന്നു. ട്രാവൽ ബെനിഫിറ്റോ എയർപോർട്ട് ലോഞ്ചസോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇൻഷുറൻസ് ബെനിഫിറ്റോ അങ്ങനത്തെ സംഭവ പരിപാടികളൊന്നും ഇല്ല. നിങ്ങൾക്ക് ആനുവൽ ഫീസ് റിന്യൂവൽ ചെയ്യണമെങ്കിൽ നമുക്ക് 2 ലക്ഷം രൂപ ആനുവലി സ്പെൻഡ് ചെയ്യണം, അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുള്ളൂ. പിന്നെ റിവാർഡ് റിഡംഷൻ ഫീസ് വരുന്നുണ്ട് 99 പ്ലസ് GST. പിന്നെ നമുക്ക് ഫോറിൻ കറൻസി മാർക്കപ്പ് ചാർജ് വരുന്നത് 3.5%. ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് 3.99 അതായത് നിങ്ങൾ ഡ്യൂ ഡേറ്റിന് മുമ്പ് ബില്ലടച്ചെങ്കിലാണ് ഇൻട്രസ്റ്റ് വരിക, അല്ലാത്ത സമയത്ത് ഇൻട്രസ്റ്റ് ഒന്നുമില്ല. ഫ്യൂവൽ സർചാർജ് വേവ് ഓഫ് ഒക്കെ നോർമൽ പോലെ തന്നെ 1%. ക്യാഷ് അഡ്വാൻസ് ചാർജ് 2.5% വരുന്നുണ്ട് കേട്ടോ, അല്ലെങ്കിൽ മിനിമം 500 രൂപ. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ എന്താ പറയുക, ഇത് ആക്ച്വലി നമുക്ക് ഈ കാർഡ് കുറച്ച് ബെനിഫിറ്റുകളുണ്ട്. UPI കാർഡ് ഇതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ NCMC കാർഡായിട്ട് ഉപയോഗിക്കാം. അതായത് നമുക്ക് മെട്രോയിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന കാർഡുകളില്ലേ, ആ സാധനമായിട്ട് വേണമെങ്കിൽ ഈ സാധനത്തിന് ഉപയോഗിക്കാം. നമുക്ക് ലിങ്ക് ചെയ്തിട്ട് ഇതിൻ്റെ ലിമിറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് മെട്രോ ബസ് ട്രാവലൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ബെനിഫിറ്റ് ഇതിൽ വരുന്നുണ്ട്. പിന്നെ വെൽക്കം ബെനിഫിറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു, 2500 റിവാർഡ് പോയിന്റ് നമുക്ക് കിട്ടും ആദ്യത്തെ ട്രാൻസാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ 30 ദിവസത്തിനുള്ളിൽ. പിന്നെന്താ നമുക്ക് എക്സ്ട്രാ പറയാനുള്ളത്, നമുക്ക് UPI ആപ്സിലൊക്കെ ഉപയോഗിക്കാം. എല്ലാ UPI ആപ്സിലും നമുക്ക് ഈ സാധനം ആഡ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ NCMC ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതൊക്കെയാണ് തന്നെ മെയിനായിട്ട് സംഭവങ്ങളുണ്ട്. പക്ഷേ ഒരു UPI ക്രെഡിറ്റ് കാർഡ് നോക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്രെഡിറ്റ് കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. പ്രത്യേകിച്ച് നമ്മുടെ യെസ് ബാങ്കിൻ്റെ UPI ക്രെഡിറ്റ് കാർഡും HDFCയുടെ UPI ക്രെഡിറ്റ് കാർഡൊക്കെ ഇല്ലേ, അതിനായിട്ടൊക്കെ കുറച്ചുകൂടി ഭേദം എന്ന് പറയാം റിവാർഡ് സിസ്റ്റം. അതെടുത്ത് പറയേണ്ട സംഭവം തന്നെയാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ നമ്മുടെ അപ്ലൈ ചെയ്യാനുള്ള നമ്മുടെ റെഫറൽ ലിങ്ക് സെറ്റപ്പിൻ്റെ റെഫറൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ആരെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട, നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൊടുത്തായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ Instagram പേജ് ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. നമ്മുടെ 2 മെയിൻ ചാനൽസ് മാത്രമേ കണ്ടുവെക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോ ആണ് കേട്ടോ. ബൈ.